വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സർവ്വമേഖലകളിലും തികഞ്ഞ പരാജയമാണെന്ന് LDF ജനപ്രതിനിധികൾ ആരോപിച്ചു. ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ ജനങ്ങൾ നേരിടുന്ന ചെറിയ പ്രശ്നത്തിന് പോലും പരിഹാരം കാണാതെ റീൽസുകളും മറ്റും മാത്രം തയ്യാറാക്കി നടക്കുകയാണ് UDF എന്നും കുറ്റപ്പെടുത്തൽ. കഴിഞ്ഞ ദിവസം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യങ്ങളോട് മറുപടി പറയുകയായിരുന്നു LDF അംഗങ്ങൾ. പഞ്ചായത്തിനകത്ത് വന്യമൃഗത്തിൽ ആന മാത്രമല്ല ശല്യം, ഇപ്പോൾ പന്നികളുടെ ശല്യം രൂക്ഷമായിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ ഈ ഭരണസമിതി വരുന്ന സമയത്ത്, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ആ പന്നീനെ വെടിവെക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ടെൻഡർ കൊടുക്കുകയും ചെയ്തു. അത് അവർ വന്നതിന് ശേഷം ഞങ്ങളാണ് അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിവിധ വാർഡുകളിലൊക്കെ ഒരു 5 പന്നി, ഒരു 10, 15, 20 പന്നിയെ വെടിവെച്ചിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. അതിൻ്റെ ശേഷം ആ പരിപാടിയെ നിർത്തി. എന്നിട്ട് പറഞ്ഞു ഈ നാട്ടിലെ പന്നി മുഴുവൻ തുരത്തിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ റീൽസ് കാണിച്ച് ആ പബ്ലിസിറ്റി ഉണ്ടാക്കുക എന്നല്ലാതെ വേറൊരു കാര്യത്തിലല്ല. അതോടൊപ്പം തന്നെ നമ്മൾ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഷമീർ റൈറ്റ് വിഷൻ ന്യൂസ് തന്നെ ഒരാഴ്ച മുമ്പ് ഒരു ന്യൂസ് എടുത്ത് പോയിട്ടുണ്ടായിരുന്നോ, നമ്മുടെ ആ കോട്ടക്കുളത്തിൻ്റെ ആകെ മദ്യക്കുപ്പികളിൽ നിറഞ്ഞിരിക്കുകയാണ്, ആകെ നിറഞ്ഞ് നാശകലായിട്ടില്ല. അതിലെ കാട് വെട്ടാൻ വേണ്ടി റിപ്പോർട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് ഭരണസമിതിയിൽ രൂക്ഷമായിട്ട് അത് ഞാൻ ചർച്ച ചെയ്തതാണ്. അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഹൈസ്കൂൾ റോഡ് ഒരു 500 രൂപ പോലും ചെലവഴിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിയുന്നില്ല. റോഡുകൾ ചെറിയ ചെറിയ കുഴികളായിട്ട് നിൽക്കുന്നു. ആ കുഴികളിൽ മണ്ണിട്ടിട്ട് എന്തെങ്കിലും സഞ്ചാരയോഗ്യമാക്കാവുന്ന രീതിയിൽ ഒരു താൽക്കാലിക സംവിധാനം പെറ്റി വർക്ക് പോലും ഈ ഭരണസമിതി വന്നതിന് ശേഷം ചെയ്യാൻ കഴിയില്ല. ഭരണസമിതിയിലെ മെമ്പർമാരൊക്കെ തന്നെ ഭരണത്തിലുള്ളവരും പ്രതിപക്ഷത്തിലുള്ളവരും നിസ്സഹായരായിട്ട് ഇരിക്കുകയാണ്. ആ കോട്ടക്കുളത്തിൻ്റെ അവിടേക്ക് പോകുന്ന പഞ്ചായത്ത് സ്കൂളിൻ്റെ റോഡുകളൊക്കെ തന്നെ നാശമായിട്ട് കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പഞ്ചായത്തിൽ വർക്ക് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ചെയ്ത വർക്കിൻ്റെ ഭാഗിക ടെൻഡർ സേവിങ് ഉണ്ടായിരുന്നു. ആ ടെൻഡർ സേവിങ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വിവിധ വാർഡുകളിലെ റോഡുകളല്ല, ആ ഹൈസ്കൂൾ റോഡ് നേരാക്കുക എല്ലാവരും കൂടി കൂട്ടായി നിന്നിട്ടെന്ന് പറഞ്ഞിട്ട് അത് അവരുടെ വാർഡുകൾക്ക് പങ്കുവെക്കുന്ന രീതിയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ നമ്മൾ ആനയുടെ ശല്യം മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നമ്മൾ ഈ കുറച്ച് പൈസ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ലൈറ്റ് ഇടാൻ, ഈ ആനയുടെ ശല്യം ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ തന്നെ വലിയ ലൈറ്റ് ഇടാനുള്ള സംവിധാനമായിട്ട് അതിന് പൈസ വെച്ചിട്ട് ടെൻഡർ കഴിഞ്ഞിട്ട് 2 മാസം 2.5 മാസമായി. അത് സ്ഥാപിച്ച് പുനഃസ്ഥാപിക്കാനുള്ളൊരു നടപടിയും ഈ ഭരണസമിതി ചെയ്യണില്ല. ഇവർ ഒരു കാര്യത്തിലും ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാനോ ശ്രദ്ധിക്കാനോ ഇവർക്ക് തയ്യാറില്ല. വലിയ ഉദ്യോഗസ്ഥന്മാരെ ചീത്തറിയാം, ഒരു ഫോൺ ചെയ്യും, ഒരു ഭാഗത്ത് DFO എന്ന് പറയും, അത് സംസാരിക്കുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും. അവർ പറയുന്നത് DFO താങ്കൾ അത് ചെയ്യുന്ന. നമ്മുടെ അസറംകുണ്ട് ഡാമിലൊക്കെ ഞങ്ങൾ സാധാരണക്കാർ അങ്ങോട്ട് പോയിരുന്നതാ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, വലിയ ശല്യമില്ലാതെ വണ്ടി കടക്കില്ലെങ്കിൽ പോലും അങ്ങോട്ട് കടത്തിയിരുന്നതാണ്. ഇത് റീൽസ് കളിച്ചിട്ടാണ് ഒരു ഭാഗത്ത് DFOനൊക്കെ ചീത്ത പറഞ്ഞ് സംസാരിച്ച് താങ്കൾ അത് തുറന്നില്ല, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 2 പൂട്ടിട്ടാണ് ഒരാൾക്കാട് കയറാൻ പറ്റാത്ത അവസ്ഥയായി. ഈ ഭരണസമിതി കൊണ്ട് കിട്ടിയ ഏക നേട്ടമാണ്. നമ്മൾ ബഹുമാനം കൊടുത്ത് ബഹുമാനം മേടിക്കുക. ധാർഷ്ട്യത്തോടു കൂടി ഏത് ജനപ്രതിനിധികളായാലും അവർക്ക് നാളെ പടുകുഴിയിലാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഇത് 5 വർഷമായിട്ട് ജനങ്ങൾ കിട്ടുന്ന ഒരു ഔദാര്യമാണ്. ആ ഔദാര്യം നമുക്ക് കിട്ടുന്നതാണ്. അത് അതിൻ്റെ മാന്യമായി ജനങ്ങളോട് ഇടപെടുക, മാന്യമായി ഉദ്യോഗസ്ഥന്മാരോട് പെരുമാറുക, ആ രീതിയിലേക്ക്. ഇപ്പോൾ പഞ്ചായത്തിൽ ജീവനക്കാരെ വെച്ച് പല കാലത്തും വെച്ച ജീവനക്കാരൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു അതിലഭിപ്രായമില്ല, ഭരണം അവർക്ക് കിട്ടിയത്. അത് മാറ്റുമ്പോൾ ഒരു മാനദണ്ഡം വേണം. ഒരു 10-14 വർഷം മുമ്പ് ഇവിടെ കഷ്ടപ്പെട്ട് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരുത്തനെ അവിടെ പണിയെടുക്കുന്നുണ്ട്. ഞങ്ങൾ ഭരണം വന്നപ്പോൾ ഞങ്ങൾ അയാളെ മാറ്റിയില്ല. കാരണം ഒരു 60 വയസ്സായ ആളെ എങ്ങനെ നമ്മൾ മാറ്റും? നമ്മൾ അയാളോട് തുടർന്നോളാൻ പറഞ്ഞു. ഈ പറയുന്ന UDFൻ്റെ ആളുകളടക്കം എന്നോട് പറഞ്ഞു അയാളെ മാറ്റരുത് പറഞ്ഞു. നമ്മൾ മാറ്റാതെ അയാളെ അവിടെ കൊടുപ്പിച്ചു. ഇപ്പോൾ 10 വർഷമായി പണി കഴിഞ്ഞു. ഇപ്പോൾ അവിടെ തല്ലൂട്ടാണ് അയാളെ മാറ്റാൻ പുറത്തേക്കാക്കാന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് അയാളെ മാറ്റിയാലും കുഴപ്പമില്ല, മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ UDFൻ്റെ കാലഘട്ടത്തിൽ 5-6 ആളുകളെ ഞങ്ങൾ മാറ്റാതെ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. കാരണം ടെക്നിക്കൽ ഇങ്ങനെ ഞങ്ങൾ മാറ്റാറില്ല. ആയുർവേദ ഹോമിയോ ആശുപത്രിയിലും മരുന്നെടുത്ത കുട്ടീനെ ഞങ്ങൾ മാറ്റിയില്ല. കാരണം അവർക്ക് അത് പ്രവൃത്തി പരിചയമുള്ള ആളുകളാണ്. ഇവിടെ എന്താ വെച്ചെങ്കിൽ ആദ്യം ഒരു പരീക്ഷണം നോക്കിയാൽ ആരൊക്കെ മാറ്റാൻ പറ്റുമെന്ന്. സെക്രട്ടറിനെ മാറ്റിയിട്ട് അവരെ താൽക്കാലികമായിട്ട് ആരെങ്കിലും കൊടുന്നിരുത്താൻ പറ്റുമെന്ന് വരെ ചിന്തിക്കുന്ന ആളുകളാണ്. അത്ര അവരുടെ ആ കാര്യത്തിലുള്ളത്. നമ്മൾ ഭരണപക്ഷം എന്ന നിലയ്ക്കും പ്രതിപക്ഷം എന്ന നിലയ്ക്കും നല്ല നോക്കിയിരുന്നത്. ഒരു ഭരണ സംവിധാനം നന്നായി കൊണ്ടുവരണമെങ്കിൽ അത് ഐക്യത്തോട് വേണമെന്ന തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഇത് കുറവ് വരുമ്പോൾ വല്ലവരുടെ അക്കൗണ്ടിലും കൊടുക്കുക, ഗുണം വരുമ്പോൾ അവനവൻ്റെ അക്കൗണ്ടിലും കൊടുക്കുക എന്നുള്ള സമീപനം ചെയ്തു കഴിഞ്ഞാൽ ഒരു താല്പര്യവും ഒരു സഹകരണം ഉണ്ടാവില്ല പഞ്ചായത്തുമായിട്ട്. ഈ കാര്യത്തിൽ 6 മാസമായിട്ടുള്ളൂ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടെങ്കിലും
ഈ പഞ്ചായത്തിനകത്ത് ഉൾപ്പെടുന്ന പല വിഷയങ്ങളിലും തികഞ്ഞ പരാജയമാണ്. അത് പ്രതിരോധിക്കാനോ അതിനെ ഡിഫെൻഡ് ചെയ്യാനോ കൂട്ടായി നിന്ന് പരിശ്രമിക്കാനോ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ നില തുടർന്നു മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര.